എബ്രഹാം ഉടമ്പടിയിൽ ചർച്ചകൾ ശക്തമാകുമ്പോൾ ഇസ്രായേലിനോടുള്ള പാകിസ്ഥാന്റെ നിലപാട് എന്താകും? കാരണം പാകിസ്ഥാന്റെ ഇസ്രായേലിനോടുള്ള നയവും അതുമായി ബന്ധപ്പെട്ട് പാസ്പോർട്ട് നയവും പോലും അന്താരാഷ്ട്ര തലത്തിൽ പോലും ഇപ്പോൾ ശ്രദ്ധ നേടുകയാണ്. കാരണം ഇസ്രായേലിനെ ഔദ്യോഗികമായി അംഗീകരിക്കാത്ത ചുരുക്കം ചില മുസ്ലിം രാഷ്ട്രങ്ങളിൽ ഒന്നാണ് പാകിസ്ഥാൻ. അതിന്റെ പ്രതിഫലനം രാജ്യത്തിന്റെ പാസ്പോർട്ടിലും വ്യക്തമായി കാണാൻ സാധിക്കുന്നു എന്നതാണ് വസ്തുത. പാകിസ്ഥാൻ പാസ്പോർട്ടിന്റെ ആദ്യ പേജിൽ വർഷങ്ങളായി തന്നെ ഒരു പ്രത്യേക കുറിപ്പ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇസ്രായേൽ ഒഴികെ തന്നെ ബാക്കി എല്ലാ രാജ്യങ്ങളിലേക്കും പാകിസ്ഥാൻ പാസ്പോർട്ട് ഉപയോഗിച്ചുകൊണ്ട് യാത്ര ചെയ്യാം എന്നതാണത്. പാകിസ്ഥാൻ പാസ്പോർട്ട് ഉപയോഗിച്ച് ഇസ്രായേലിലേക്ക് സാധാരണ യാത്ര നടത്താൻ അനുവദനീയമല്ല എന്ന് കൃത്യമായി തന്നെ എടുത്തു പറയുന്ന വരികളാണ് അതിൽ കോറിയിട്ടിരിക്കുന്നത്. ഈ ഒരു നയം പാകിസ്ഥാന്റെ ദീർഘകാല വിദേശ നയത്തിന്റെ ഭാഗമാണ്. സ്വതന്ത്ര പാലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കുന്നതിനും ജെറുസലേമിന്റെ നിലപാട് സംബന്ധിച്ച പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയും ചെയ്യുന്നതുവരെ ഇസ്രായേലിനെ ഔദ്യോഗികമായി അംഗീകരിക്കില്ല എന്നതാണ് പാകിസ്ഥാന്റെ നിലപാട്. അടുത്തിടെ തന്നെ അമേരിക്കൻ നേതൃത്വത്തിൽ എബ്രഹാം ഉടമ്പടി അവിടെ വ്യാപിപ്പിക്കാനുള്ള ശ്രമങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടെയാണ് പാകിസ്ഥാൻ പാസ്പോർട്ടിലെ ഈ ഒരു പരാമർശം വീണ്ടും ചർച്ചകളിൽ ഇടം നേടുന്നത്. എബ്രഹാം ഉടമ്പടിയിൽ പങ്കാളിയാകുകയും ഇസ്രായേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവുകയാണ് എങ്കിൽ പാസ്പോർട്ടിലെ ഈ നയതന്ത്ര വാചകം മാറ്റേണ്ടി വരുമെന്ന് തന്നെയാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. 2020 UAE, ബഹ്റൈൻ, മൊറോക്കോ, സൂഡൻ തുടങ്ങിയ രാജ്യങ്ങൾ എബ്രഹാം ഉടമ്പടിയുടെ ഭാഗമായി തന്നെ ഇസ്രായേലുമായി ബന്ധം സ്ഥാപിച്ചിരുന്നു. എന്നാൽ പാകിസ്ഥാൻ ഇതുവരെ അതിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. പാകിസ്ഥാനിലെ ആഭ്യന്തര രാഷ്ട്രീയ സാഹചര്യവും ആ ഒരു വിഷയത്തെ കൂടുതൽ സങ്കീർണമാക്കുകയും മതസംഘടനകളും വിവിധ രാഷ്ട്രീയ കക്ഷികളും പാലസ്തീൻ വിഷയത്തിൽ ശക്തമായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതിനാൽ തന്നെ ഇസ്രായേലുമായി ബന്ധം സാധാരണവൽക്കരിക്കുന്നത് ഒരു വിദേശ നയ തീരുമാനം മാത്രമല്ല, ആഭ്യന്തര രാഷ്ട്രീയ വെല്ലുവിളിയും കൂടിയാണ്. അതേസമയം ഇസ്രായേലുമായി വ്യാപാര, സാങ്കേതിക, സുരക്ഷാ സഹകരണം സാധ്യമാകുമെന്ന വിദഗ്ധ വാദങ്ങൾ പോലും ചില നയതന്ത്ര വിദഗ്ധർ ഉയർത്തുന്നുണ്ട്. എന്നാൽ നിലവിലെ ഔദ്യോഗിക ഇടപെടലിൽ അല്ലെങ്കിൽ ആ നിലപാടിൽ മാറ്റമൊന്നുമില്ല എന്നതാണ് പാകിസ്ഥാൻ പ്രഖ്യാപിച്ചിട്ടില്ലാത്തത്. അതേസമയം UAE, ബഹ്റൈൻ തുടങ്ങിയ രാജ്യങ്ങളെ പോലെ ഇസ്രായേലുമായുള്ള സമാന ഉടമ്പടിയിൽ പങ്കാളിയാകാൻ ട്രംപ് അവിടെ പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഈ വാക്കുകൾ കൂടുതലായി തന്നെ ചർച്ച ചെയ്യപ്പെടുന്നത്. ഇത് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ കാട്ടുതീ പോലെ പടരുകയുമാണ്. ഇസ്രായേലുമായുള്ള സമാധാന കരാറായ എബ്രഹാം ഉടമ്പടിയിൽ പാകിസ്ഥാൻ പങ്കാളിയാണ് എന്നത് അതിൽ ചേരണമെന്നാണ് അമേരിക്കയുടെ ആവശ്യം. എന്നാൽ പാസ്പോർട്ടിൽ ഇങ്ങനെയൊരു വാചകം ഉയർത്തിക്കൊണ്ട് ഇസ്രായേലിനെ അംഗീകരിക്കുകയല്ല എന്ന തങ്ങളുടെ ദീർഘകാല നിലപാട് പാകിസ്ഥാൻ വ്യക്തമാക്കിയതാണ്. പാകിസ്ഥാനെ പോലെ ബംഗ്ലാദേശിന്റെ പാസ്പോർട്ടിലും ഇസ്രായേലിനെ പരാമർശിച്ചുകൊണ്ട് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. എബ്രഹാം ഉടമ്പടിയിൽ ചേരാൻ അമേരിക്ക പാകിസ്ഥാന് മേൽ സമ്മർദ്ദം ശക്തമാക്കിയ സാഹചര്യത്തിൽ ഭാവിയിൽ ഇസ്രായേലുമായി ബന്ധപ്പെട്ട ഈ ഒരു നയത്തിൽ പാകിസ്ഥാൻ തങ്ങളുടെ പാസ്പോർട്ടിൽ മാറ്റം വരുത്തുമോ എന്നതാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.